ഹലോ. അപ്പോൾ അതേ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചതേ ഉള്ളൂ, സോ നമുക്കൊന്ന് മുടി ഒന്ന് കെട്ടിവെക്കാം. ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി. ഞാൻ കുളിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി വാച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് വേറെ വലിയ കണ്ണാടിയൊന്നും ഇവിടെ ഇല്ല, അടുത്തില്ല. സോ ഞാൻ ഈ ഒരു NYBയുടെ കോമ്പാക്റ്റിൻ്റെ കണ്ണാടി. ഓക്കെ, ആദ്യം ഞാൻ ഫോക്സ്റ്റെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഫോക്സ്റ്റെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോഴത്തെ ചൂടിന് സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ ലാക്മേയുടെയും യൂസ് ചെയ്യാറുണ്ട്, ഫോക്സ്റ്റെയിലിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ലാക്മേയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. കാരണമൊന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഇൻസൈറ്റിൻ്റെ പ്രൈമർ ഇട്ടായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഓഫായിപ്പോയി, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സോ അവിടെ വെച്ച് നിർത്തി. കുറച്ചിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ കുറേ പ്രൈമർ അവൈലബിൾ ആണ്, കുറേ ബ്രാൻഡിൻ്റെ. ഞാൻ ഇൻസൈറ്റ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇച്ചിരി കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇട്ടത് NYBയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഇട്ടിരിക്കുന്നത്. BB ക്രീമോ CC ക്രീമോ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് സ്ഥിരം ഇടുന്നതല്ല, ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇടുന്നത് നമ്മുടെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു കണ്ടു എഴുതും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇവിടം വരെ ഞാൻ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ കഴിഞ്ഞു. പിന്നെ അതേ ഈ ഒരു ഇൻസൈറ്റിൻ്റെ പ്രൈമറും ഇട്ട് കഴിഞ്ഞ് കുറച്ച് തന്നെ എടുത്താൽ മതി പ്രൈമർ. പിന്നെ ഈ ഒരു ഫൗണ്ടേഷനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് എപ്പോഴും ഞാൻ എടുക്കുന്നതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനറാണ്. അതിൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ വരയ്ക്കുന്നതാണ്. അപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ബ്രൗൺ അല്ലെങ്കിൽ ആഷ് യൂസ് ചെയ്യാം. ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാവേ. കോംബ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എല്ലായിടത്തും ഇതാവുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥലത്തുമായിട്ട് ഇരിക്കും അത് കേട്ടോ. അല്ലാതെ ഈ ഒരു കോംബറും പിന്നെ ഈ ഒരു ബ്രഷും പിന്നെ സ്മൂലി എന്നെങ്ങാണ്ടോ ഇത് പറയുന്നത് കേട്ടോ. അതും ഐബ്രോ പെൻസിലുമായിട്ട് കിട്ടും. അതൊരു 10-20 രൂപയേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിളാണ്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. ഐബ്രോ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രൈമർ ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് ക്രീം ഇടാവുന്നതാണ്. ഞാൻ NYBയുടെ തന്നെ സ്ട്രോക്ക് ക്രീമാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഹൈലൈറ്ററെല്ലാം യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എല്ലാവരും NYBയുടെ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ NYBയുടെയാണ് യൂസ് ചെയ്യുന്നത്. തീരാറായി ഗൈസ്, വരുന്നില്ല. ഓക്കെ, ഇത്ര മതിയോ? ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ചീക്കിൽ, പിന്നെ ഈ ഒരു നോസ്, പിന്നെ ഇവിടെ, പിന്നെ ദേ ഇവിടെ. കുറച്ച് എൻ്റെ അടുത്ത് മതി കേട്ടോ. ഇന്നലെ ആരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയുടെ ഇവിടെ എന്താ പിങ്കിഷ് ആയിട്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്.
ക്യാമറ റണ്ണിങ് ആണോ നോക്കട്ടെ ഗൈസ്. യെസ്, റണ്ണിങ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇതെനിക്ക് പർപ്പിളിൽ നിന്ന് കിട്ടിയതാണ്. കാരണം 500 റുപ്പീസിന് മേളിൽ പർച്ചേസ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അവർ തരുമല്ലോ. സോ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് തന്നെ ഇടാം. സോ ഞാൻ ഇത്ര മാത്രമേ ബ്ലഷ് ഇടുന്നുള്ളൂ. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മേളിൽ നമുക്ക് ഐ ലൈനർ വരച്ചു കൊടുക്കാം, വിങ്ങുള്ളത്. സോ എനിക്ക് ഇവിടെ വെച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വരച്ചിട്ട് വരാം. ഓക്കെ, ഹായ്, ദേ ഞാൻ ഐ ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിങ്ങുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലുക്കിന് അതാണ് തോന്നുന്നു പറ്റുന്നത്. ഇനി നമുക്കിത് ഈ ഒരു ഇതിൽ മാത്രം നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് സ്മോക്കി പോലെ ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് കണ്ണി കുത്തി ഗൈസ്. ഇതെവിടെ നിന്നല്ലാണ് ഗൈസ് വീട് നോക്കുന്നത്. ഓക്കെ, എന്ന് നോക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഐ കൂടി ഇതാക്കും. യെസ്, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മുടി ഒന്ന് അഴിച്ചിടട്ടെ. കാരണം നല്ല ചൂടെടുക്കുന്നുണ്ട്. ഫാൻ പോലും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൗണ്ട് കൂടി വരണമല്ലോ എന്ന് വിചാരിച്ചു. സോ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട്. ഞാൻ എന്നത്തെ പോലെ നമുക്ക് ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് തന്നെ ബ്ലഷ് ഇടാം. നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓൾസോ നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഐ ഷാഡോ ആയിട്ട് നമുക്ക് എത്ര കളർ വേണോ അതനുസരിച്ച് നമുക്ക് ഐ ഷാഡോ ഇട്ടാൽ മതി. ഞാൻ ഇത്ര നമ്മുടെ ഈ ഒരു വിരൽ ബ്ലെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സോ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ത്രെഡ് ചെയ്യാറില്ല, കൂടുതലും ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഇല്ല, പണ്ടോട്ടെ ഒരു ശീലമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ത്രെഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ത്രെഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ സോ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് കൂടുതൽ കമ്മലുകളൊന്നുമില്ല. സോ ഞാൻ സിമ്പിളായിട്ട് സ്റ്റഡായിരിക്കും ചിലപ്പോൾ ഇതിന് യൂസ് ചെയ്യുക. കാരണം കോട്ട് സെറ്റാണ് ഓൾറെഡി. ഇതൊരു കോട്ട് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പേളിൻ്റെ ഒരു ഇയറിങ് ഇട്ട് കൊടുക്കാം. ചേരുമെന്ന് തോന്നുന്നു. യെസ്, ചേരുമായിരിക്കും. യെസ് നൈസ്. സിമ്പിൾ ലുക്കല്ലേ, സിമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് വേണമെങ്കിൽ ഹെയർ ചെയ്യണം. പിന്നെ എനിക്ക് 2 മോതിരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മോതിരം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ചേച്ചി തന്നതാണ്. സോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ ഒരു ഇയറിങ് ഇടാറുള്ളൂ. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇട്ടതെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇടാൻ ശ്രമിക്കും. നമുക്ക് വേണമെങ്കിൽ ഇനി ഹെയർ ചെയ്യാം. 2 തരത്തിൽ നമുക്ക് ഹെയർ ചെയ്യാം. ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വിടാം. ഈ ഒരു ലുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ഇങ്ങനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വിടാം. നമുക്ക് ട്വിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. യെസ്, ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ്. കൊള്ളാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ തന്നെ അഴിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ മുടി ഉണങ്ങാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ കൂടെ ഒരു പൊട്ട് വെക്കാം. സോ ഞാൻ പൊട്ട് വെക്കുന്നില്ല.
ഒട്ട് വെക്കണേ വെക്കാം, ഞാൻ വെക്കുന്നില്ല. സോ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. ഇതിൻ്റെ കൂടെ ഒരു വാച്ച് പെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്ഥിരം ഇടുന്നൊരു വാച്ചാണ്. എല്ലാത്തിൻ്റെ കൂടെ എനിക്കിതൊരു ഈ ഒരു വാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. റോസ് ഗോൾഡ് വാച്ച് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ട്രെൻഡിങ് ആയിരിക്കാം. സോ ഈ ഒരു വാച്ചും ഇത് ഒരു ചെയിൻ, ഇത് ഞാൻ എപ്പോഴും ഇടുന്നു, സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ്. ഇത് സിൽവർ അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മൂക്കുത്തി ഞാൻ മാറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഇടയ്ക്ക് കുത്തിയതാണ്. സോ മൂക്കുത്തി മാറ്റാൻ പറ്റത്തില്ല. ഇത്രേ ഉള്ളൂ ഈ ഒരു ലുക്ക്. ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഹെയർ സ്റ്റൈല്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഹീല് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാത്തത്. നമുക്ക് പുറത്ത് വേണമെങ്കിൽ ഹീല് പെയർ ചെയ്യുന്നതാണ് നല്ലത്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.